80 പവൻ സ്വർണവും ഒരു പുതുപുത്തൻ കാറുമാണ് തൻ്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ച വരൻ ആവശ്യപ്പെട്ടത്. UK ജോലി ചെയ്യുന്നത്. നല്ല ജോലിയുണ്ട്, നല്ല സ്കെയിലുള്ള സാലറി ഉണ്ട്. ആ സാലറിയൊക്കെ വാങ്ങുന്ന പ്രിയപ്പെട്ട തൻ്റെ മകൾക്ക് യോജിച്ച ഹസ്ബൻഡാണ്, വരനാണതെന്ന് മനസ്സിലാക്കിയിട്ട് എവിടുന്നൊക്കെയോ ഒപ്പിച്ച് 80 പവൻ സ്വർണവും ഒരു ബ്രസ്സ കാറുമാണ് ആ ഫാമിലി തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടിയിട്ട് ആ വരനെ ഏൽപ്പിച്ചത്. ആ ഫാമിലി ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ ദുരന്തത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ മകൾ MBA-കാരിയാണ്. ആ MBA-കാരിയായ മകൾക്ക് ഏറ്റവും അനുയോജ്യമായത് UK വലിയ സാലറിയിൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഈ വരനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വരന് വേണ്ടിയിട്ടെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറാകുകയാണ്. ചെറിയ രൂപത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. മകളാണെങ്കിലോ വിവാഹം കഴിഞ്ഞ് 2 വർഷമായി, 2 വർഷം പൂർത്തിയായി. അതിനുശേഷമാണ് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ അറിയുന്നത്. മോളിതൊരിക്കലും ഉപ്പയോടോ ഉമ്മയോടോ പറയാൻ തയ്യാറായിരുന്നില്ല. കാരണം ആ മോൾക്കറിയാം, ഉപ്പ അത്രമേൽ കഷ്ടപ്പെട്ടാണ് 80 പവൻ ഉണ്ടാക്കിയത്, അത്രമേൽ പ്രയാസപ്പെട്ടിട്ടാണ് ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തത്, നല്ല രൂപത്തിലാണ് വിവാഹം ആലോചിച്ചത്. ഉപ്പയാണെങ്കിലോ അറ്റാക്ക് കഴിഞ്ഞ് ബ്ലോക്ക് നീക്കിയിട്ട് ആൻജിയോഗ്രാം ചെയ്ത് ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൂടെയാണ്. ഇതൊക്കെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അറിഞ്ഞാൽ അവർക്കത് താങ്ങാൻ കഴിയൂല. മനസ്സ് തകർന്ന് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് മോളത് പറയുകയും ചെയ്തില്ല. അങ്ങനെ വിഷമം കൊണ്ട്, പ്രയാസം കൊണ്ട്, പീഡനം കൊണ്ട്, ഭർത്തൃ വീട്ടിലെ അങ്ങേയറ്റത്തെ പീഡനം കൊണ്ട് സഹികെട്ട് അവൾ ഞരമ്പ് മുറിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുടുംബം ആ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ കുട്ടി ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇത് ഞാൻ പറയുന്നത് എനിക്ക് ഇവിടെ നേരിട്ട് വന്നപ്പോൾ ഒരു ഫാമിലി അവതരിപ്പിച്ച അനുഭവമാണ് പറയുന്നത്. ഈ ഭാഗത്തൊന്നല്ല, തെക്ക് ഭാഗങ്ങളിലാണ്. അവിടെ നിന്ന് വന്നൊരു ഫാമിലിയാണ്. ശരിക്കും പറഞ്ഞാൽ അവരിത് പറയുന്ന സമയത്ത് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവർ കണ്ടാൽ അവർ അത്ര സാമ്പത്തിക ശേഷിയുള്ളവരൊന്നുമല്ല. ഉള്ള സമ്പത്തൊക്കെ മകളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കിയതുമാണ്, ചെലവഴിച്ചതുമാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് അവർ വന്നിട്ടുള്ളത്. നമുക്ക് എവിടേക്കോ പിഴക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് വലിയ സാലറിയിൽ ജോലി ചെയ്യുന്നതോ, അല്ലെങ്കിൽ അവർ ഒരു ക്യാഷ് ആവശ്യപ്പെടുന്നുണ്ട്, ഒരു കച്ചവടം പോലെയാണ് വിവാഹത്തിനോടുള്ള സമീപനം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം ബന്ധങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ അടുക്കുക പോലും ചെയ്യരുത്. നല്ല ശക്തമായ നിലപാട് നമുക്ക് വേണം. അത്തരം ആളുകൾക്ക് നമ്മുടെ മകളെ കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ എത്തണം. ചിലപ്പോൾ ഇത് അവസാന സമയത്താണ് ഇത്തരം വിഷയങ്ങളൊക്കെ പറയുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമൊന്നും അവര് മധുരം പോലെ വിളമ്പും സംസാരം, തേനിൽ പുരട്ടിയ സംസാരമായിരിക്കും, തിരിയൂല. എല്ലാം ഒത്ത് അവസാനത്തെ ഘട്ടത്തിലായിരിക്കും ഇതൊക്കെ പറയുക. ആ നിമിഷം അതിൽ നിന്ന് പിന്മാറാനുള്ള ത്രാണി നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ജീവിതം ലഭിക്കും, സന്തോഷം ലഭിക്കും. അല്ലെങ്കിൽ ഞരകിച്ച് കണ്ണുനീർ കുടിച്ച് ജീവിക്കേണ്ടി വരും അവരും നമ്മളൊക്കെ. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതം നന്നാക്കി തരട്ടെ, നല്ല കുടുംബ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ കുടുംബ ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരായത്തും ഒരു ഇസ്മും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് വരാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് എന്നുള്ള അറിയിക്കണം. നമ്മളൊരിക്കലും നമ്മുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ആൾ സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനോട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. ജസ്റ്റ് ഒരു അന്വേഷണം ഒന്നും പോരാ. നാട്ടിൽ ഇവരെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പോൽ, അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്ന്. പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ കലുഷമായി രൂക്ഷമായ സന്ദർഭത്തിലാണ് അവർക്ക് മനസ്സിലാകുന്നത് വരൻ ലഹരിക്കടിമയാണ്, പോലീസ് കേസുകളിലുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ദൂഷ്യ സ്വഭാവങ്ങളൊക്കെ പിന്നെയാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ കൃത്യമായി അന്വേഷിച്ച് മാത്രമേ നമ്മുടെ മകളെ
വിവാഹം കഴിക്കുമ്പോൾ ആലോചിച്ച് പറഞ്ഞയക്കേണ്ട സ്ഥലം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ. സമ്പത്ത് അവിടെ ഒരു മാനദണ്ഡമാകരുത്. എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ ഇവര് പറയുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ആ മോളെ എത്രത്തോളം അവര് ശാരീരികമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ആ ഹസ്ബൻഡ് മാത്രമല്ല ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്, ആ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ചില ആളുകളും കൂടെ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ആ ബന്ധമൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് അവർ പോന്നു, പുതിയ വിവാഹാലോചനയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്കൊരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു, അഭിമാനം നഷ്ടപ്പെട്ടു. അതെങ്ങനെ തിരിച്ചെടുക്കാൻ സാധിക്കും? എല്ലാത്തിനുമുപരി അവർ ആഗ്രഹിച്ച് കൊടുത്ത ആ ഒരു നല്ല പ്രതീക്ഷയിൽ കൊടുത്തിരുന്ന ആ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ മകൾക്ക് ഉപകരിക്കുമെന്ന രൂപത്തിലല്ലേ കൊടുക്കുന്നത്? നിങ്ങൾക്കറിയോ നമ്മൾ ഇതിലെന്താണ് മാനദണ്ഡമാക്കേണ്ടതെന്നറിയോ? ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ അറിയാം, ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ 2ാം ഖലീഫയാണ് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലം എന്ന് പറയുന്നത് അത് വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും കാലമായിരുന്നു. ചരിത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നീതിമാനായ ഭരണാധികാരിയായിരുന്നു മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തുള്ള എല്ലാവരും, ഞാൻ ഈ പറയുന്നത് എന്തിനാണെന്നറിയോ? ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട മകനെ വിവാഹം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത വധു ആരാണെന്നറിയോ? ആ വധു ആരാണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഈ പ്രശ്നമുള്ളൂ. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തൻ്റെ പ്രിയപ്പെട്ട മകനെ, രാജകുമാരന് വിവാഹം കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വധു ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലയളവിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുണ്ടോ, എന്തെങ്കിലും വിഷമങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ, എങ്ങനെയാണ് തങ്ങളുടെ പ്രജകളുള്ളത്, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് രാത്രി സഞ്ചാരം നടത്തും. അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വേഷം മാറിയും വേഷപ്രച്ഛന്നനായൊക്കെ ഇങ്ങനെ നടക്കും. അങ്ങനെ ഓരോ വീടിൻ്റെയും ഗ്രാമങ്ങളിലൂടെയും കുഗ്രാമങ്ങളിലൂടെയും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു അരണ്ട വെളിച്ചത്തിൽ ഒരു ചെറിയ തർക്കം കേൾക്കുന്നുണ്ട്. രൂക്ഷമായ തർക്കമൊന്നുമല്ല, ഒരു ചെറിയ തർക്കം കേൾക്കുന്നുണ്ട്. ആ തർക്കത്തിൻ്റെ ആശയം എന്താണെന്നറിയോ? പാൽ വിൽപ്പന നടത്തുന്നവരാണ് ആ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ പാൽ വിൽപ്പന നടത്തുന്ന സമയത്ത് ഉമ്മ പാലിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. പാലിലേക്ക് ഉമ്മ വെള്ളം ചേർത്തിട്ടാണ് അത് വിൽക്കുന്നത്. അങ്ങനെ പാലിലേക്ക് വെള്ളം ചേർത്ത് വിൽക്കുന്നത് കാണുമ്പോൾ ആ വീട്ടിലുള്ള കൊച്ചുമകൾ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, യാ ഉമ്മ അലം തഅലമി അന്ന അമീറൽ മുഅ്മിനീന ഖദ് നഹാ അൻ ഖൽത്തിൽ ലബനി ബിൽ മാ. വെള്ളം പാല് വെള്ളം ചേർത്ത് വിൽക്കുന്നത് അത് നിരോധിച്ച കാര്യമല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ? നമ്മുടെ രാജാവ്, അത് ഭരണാധികാരി അതിന് വിരോധിച്ചതല്ലേ? നിങ്ങൾ എന്തിനാണത് ചെയ്യുന്നത് ഉമ്മ എന്ന് പ്രിയപ്പെട്ട മകൾ ചോദിക്കുമ്പോൾ ഉമ്മ മറുപടി പറയുന്നുണ്ട്, യാ ബുനയ്യത്തി ഇന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ലാ യറാനൽ ആൻ. എന്താ മോളെ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനായി ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയാ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട് താൻ ഭരണത്തിലിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ സന്തോഷത്തിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് രാത്രി സഞ്ചാരം നടത്തിയപ്പോൾ കേൾക്കുന്നതാണ് ഒരു പെൺകുട്ടി പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ലേ ഇങ്ങനെ പാലിൽ വെള്ളം ചേർത്തി കൊടുക്കരുത് എന്ന്. ഉമ്മ പറയുന്നതും കേൾക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ കാണുന്നുണ്ടോ? അവർ ഭരണാധികാരിയല്ലേ, അവരിങ്ങനെ നമ്മളൊക്കെ ശ്രദ്ധിക്കാനും കാണാനൊക്കെ വരും, നമ്മളെ കാണുന്നുണ്ടാവില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പെൺകുട്ടി പറയുന്നുണ്ട്, യാ ഉമ്മ ഇൻകാന ഉമറു ലാ യറാന ഫറബ്ബു ഉമറ യറാന. ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ കണ്ടില്ലെന്ന് വന്നേക്കാം, ഉമർ റളിയല്ലാഹു അൻഹു ഒരു പക്ഷെ നമ്മളെ കാണൂല. എന്നെയും നിങ്ങളെയൊക്കെ പടച്ച, ഉമറിനെയൊക്കെ പടച്ച ഫറബ്ബു ഉമർ യറാന, ഉമർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ പടച്ച, നമ്മളെയൊക്കെ പടച്ച റബ്ബിന്റെ കണ്ണ് വെട്ടിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടോ മകളുടെ സ്വഭാവം? നല്ല സ്വഭാവമുള്ള മോളല്ലേ? എത്ര ആത്മാർത്ഥതയുള്ളതാണ്. തഖ്വയില്ലേ ആ ഹൃദയത്തിൽ, ഈമാനില്ലേ ആ ഹൃദയത്തിൽ? ഉമർ റളിയല്ലാഹു അൻഹു ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ്. ആ പെൺകുട്ടിയെയാണ് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ആസിമിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. നോക്കൂ, ഒരു രാജ്യം ഭരിക്കുന്ന ഖലീഫ വധുവിനെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്താണ്? നമ്മൾ ചെയ്യോ? അങ്ങനെ ചെയ്യണം.
നമുക്ക് നല്ല അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന നല്ല നിലപാടുകളുടെ രാജകുമാരന്മാരായിട്ട് നമ്മൾ വളരണം. അപ്പോഴാണ് ആ കുടുംബജീവിതം നന്നാവുള്ളൂ. നമ്മളിന്ന് സമ്പത്ത് നോക്കിയിട്ട്, ഓൻ്റെ ജോലി നോക്കിയിട്ട്, ഓൻ്റെ വാഹനം നോക്കിയിട്ട്, ഓൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, ഓനക്ക് നാട്ടിലുള്ള വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, രാഷ്ട്രീയത്തിലെ സ്വാധീനം നോക്കിയിട്ട്, ആളുകളോട് ഇടപെടാനുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വിവാഹം കഴിച്ചു കൊടുത്താൽ സന്തോഷമായിക്കൊള്ളണമെന്നില്ല. ഇത് കേൾക്കുന്ന പലരിലും കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ ആ കുടുംബജീവിതം തകർന്നു എന്നുള്ളതാണ്. സമ്പത്തുണ്ടായതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം? ഒരു കാര്യവുമില്ല. നമ്മൾ നല്ല സ്വഭാവമുള്ള, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായ, ദീനീ ചിട്ടയുള്ള, അള്ളാനെ പേടിക്കുന്ന, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ആലിമീങ്ങളോടും സാദാത്യങ്ങളോടും സഹവാസമുള്ള നല്ല സ്വഭാവക്കാരായ ആളുകൾ, അവർക്ക് സമ്പത്തില്ലെങ്കിലും അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങളെ മക്കളെ നോക്കിക്കോളും, നല്ല രൂപത്തിൽ നോക്കിക്കോളും. അങ്ങനെയുള്ള മക്കൾക്കാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതം ഖൈറിലും സന്തോഷത്തിലേക്ക് ആക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുടുംബജീവിതം നല്ല ഖൈറിലും സന്തോഷത്തിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഇസ്മാണ് യാ വദൂദ് എന്ന് പറയുന്ന ഇസ്മ. എത്രയും തവണ ചൊല്ലാം, അതിൻ്റെ അതനുസരിച്ച് ചൊല്ലാം. അതേപോലെ തന്നെ 101 തവണ ചൊല്ലാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നുള്ളത് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആയിൽ പതിവാക്കുക. നമ്മുടെ സന്താനങ്ങൾ, മക്കള്, നമ്മുടെ ഭാര്യ, ഭർത്താവ് എല്ലാം നമുക്ക് കൺകുളിർമയാകുന്ന രൂപത്തിലേക്കാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.